ഇങ്ങനെ കള്ളം പറഞ്ഞും ജനങ്ങളെ വിഡ്ഢികളാക്കിയും എത്ര കാലം മുന്നോട്ട് പോകാൻ കരുതുന്ന 1 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇപ്പോൾ ഇത്. ഇനി അദ്ദേഹം അവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കള്ളം പറഞ്ഞത്, അദ്ദേഹം പറയാണ് നാട് മുഴുവൻ ബാർ അനുവദിച്ച് മദ്യമൊഴുക്കിയവരാണ് ഇപ്പം ഞങ്ങൾ ഉപദേശിക്കുന്നത്. ആരുടെ കാലത്താണ് മദ്യോപഭോഗം കൂടിയത്? ഞാൻ ആ കണക്കുകളിലേക്ക് വരാം. അസംബ്ലി കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ കണക്കുകളിലേക്ക് വരാം. അതിനു മുമ്പ് ഉമ്മൻചാണ്ടി ബാർ പൂട്ടി LDF ഗവൺമെൻറ് വന്നപ്പോൾ ഇഷ്ടം പോലെ ബാർ അനുവദിച്ചു എന്ന വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ UDF പ്രചരിപ്പിക്കുന്ന കള്ളം മുഖ്യമന്ത്രി നിയമസഭയിൽ പറയാണ്. കഷ്ടം തോന്നുന്നു. മുഖ്യമന്ത്രി ഈ സോഷ്യൽ മീഡിയ സൈബർ പോരാളികളുടെ കള്ളം പറയുന്ന നിലവാരത്തിലേക്ക് എത്തിയതിൽ കഷ്ടം തോന്നുന്നു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് സംസ്ഥാനത്ത് 748 ബാറുകൾ ഉണ്ടായിരുന്നു. ബാർ ഹോട്ടലുകൾ 748 എണ്ണം പ്രവർത്തിച്ചിരുന്നു. അന്ന് അബ്കാരി നയത്തിൽ മാറ്റം വരുത്താൻ ഇടയാക്കിയ കാര്യം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ആ മാറ്റം വന്നപ്പോൾ 5 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ ഉണ്ടായിരുന്ന 29 ബാർ ലൈസൻസ് ഒഴികെയുള്ളവ റദ്ദാക്കി. 5 സ്റ്റാർ മാത്രം മതിയും തീരുമാനിച്ചു. അതൊരു വാശിയുടെ മുകളിൽ ചെയ്തതാണ്. എന്താണ് വാശി? ബാർ കോഴ ആരോപണം വന്നു. സുധീരനുമായിട്ട് വലിയ ഏറ്റുമുട്ടലായി. ആ ഏറ്റുമുട്ടലിൻ്റെ ഫലമായിട്ട് ഉമ്മൻചാണ്ടി ഒരു വാശിക്ക് ചെയ്ത കാര്യമാണ്. സുധീരനെ തോൽപ്പിക്കാൻ അന്ന് ചെയ്ത കാര്യമായിരുന്നല്ലോ അത്. ഗത്യന്തരമില്ലാതെ ചെയ്തതാണ്. ബാർ കോഴ ആരോപണം വന്നു. ആ ഗവൺമെന്റിനെ പിടിച്ചുകുലുക്കിയ ആരോപണമായിരുന്നു ബാർ കോഴ. കേസ് വന്നു. അപ്പോ തടിയൂരാൻ ചെയ്ത കാര്യമാണ്. എപ്പോഴാണ് ചെയ്തത്? 2014-15. ഉമ്മൻചാണ്ടി യഥാർത്ഥത്തിൽ ചെയ്തത് എന്താ? 11 മുതൽ 14 വരെ ഇഷ്ടംപോലെ ബാർ ലൈസൻസ് അനുവദിച്ചു. ബാർ ലൈസൻസ് കൊടുത്തതിൽ അഴിമതി നടന്നുവെന്ന് കണ്ടെത്തിയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലൈസൻസ് എല്ലാം റദ്ദാക്കിയെന്ന് മാത്രമല്ല, റദ്ദാക്കിയ എല്ലാ ബാറുകൾക്കും ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. നോക്കിക്കൊള്ളണം. ബാർ ലൈസൻസ് റദ്ദാക്കി, പക്ഷേ ബിയർ വൈൻ പാർലറുകൾ അനുവദിച്ചു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരമൊഴിയുമ്പോൾ കേരളത്തിൽ 813 ബിയർ വൈൻ പാർലറുകൾ പ്രവർത്തിച്ചിരുന്നു. 813 ബിയർ വൈൻ പാർലറുകൾ. അതുപോലെ ബെവ്കോയുടെ 306 ഔട്ട്ലെറ്റുകൾ പ്രവർത്തിച്ചിരുന്നു. എന്താ പറയുന്നത് മുഖ്യമന്ത്രി പറയുന്നത്? സോഷ്യൽ മീഡിയ പ്രചരിപ്പിക്കുന്നത് മനസ്സിലാക്കാം. ആധികാരികമായിട്ട് മുഖ്യമന്ത്രി പറയുകയാണ് എല്ലാ ബാറും പൂട്ടി. ആണോ? 813 ബിയർ വൈൻ പാർലറുകൾ, 306 വിദേശ മദ്യ ചില്ലറ വിൽപ്പനശാലകൾ ബെവ്കോയുടെ അതുണ്ടായിരുന്നു. LDF ഗവൺമെന്റ് വന്നപ്പോൾ ഈ ബിയർ വൈൻ പാർലറുകളിൽ ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി. അത് നിയമപരമായ ബാധ്യതയായിരുന്നു. ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ക്ലാസിഫിക്കേഷൻ്റെ പേരിലാണല്ലോ വേണ്ടെന്ന് വെച്ചത്. അപ്പോൾ 3 സ്റ്റാർ ക്ലാസിഫിക്കേഷനുള്ളവയ്ക്ക് ബാർ ലൈസൻസ് പുതുക്കി നൽകി. അല്ലാണ്ട് പുതിയതിനല്ല കൊടുത്തത്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ബിയർ വൈൻ പാർലറാക്കി മാറ്റിയ ബാർ ഹോട്ടലുകൾ ക്ലാസിഫിക്കേഷൻ കൈവരിച്ചപ്പോൾ പുതുക്കി നൽകി. അതല്ലേ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ നിലവിൽ എത്ര എണ്ണുണ്ട്? 896 ബാർ ഹോട്ടലുണ്ട്. അന്ന് ബാർ ഹോട്ടൽ ബിയർ വൈൻ പാർലറാക്കി മാറ്റിയത് എത്ര ഉണ്ടായിരുന്നു? എല്ലാം കൂടി 813. ഇപ്പോൾ 896. ഇതല്ലേ വസ്തുത? ഇതല്ലേ കണക്ക്? ഇപ്പോൾ 10 വർഷം മുമ്പ് 813, ഇന്ന് 896. 10 വർഷത്തിന് ശേഷം. എന്നിട്ടാണ് പറയുന്നത് അന്ന് എല്ലാം പൂട്ടി, ഇപ്പം എല്ലാം തുറന്നു എന്ന്. ഇനി ഉമ്മൻചാണ്ടിയുടെ അവസാന വർഷത്തെ നയമാണ് ശരി എന്നാണ് VD സതീശൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അഭിപ്രായമെങ്കിൽ പിന്നെ വീണ്ടും കൂട്ടട്ടെ. തയ്യാറുണ്ടോ അതിന്? അതാണ് ശരിയെന്ന് അഭിപ്രായമുണ്ടോ? ഞങ്ങൾ അതാണ് ശരിയെന്ന് കരുതുന്നില്ല. അന്ന് അതിനെ എതിർത്ത ആളാണ് ശ്രീ VD സതീശൻ. ഉമ്മൻചാണ്ടിയുടെ ബാർ കൂട്ടലിനെ എതിർത്തയാളാണ് ശ്രീ VD സതീശൻ. ഇപ്പം അദ്ദേഹം പറയാണ് അന്ന് ഉമ്മൻചാണ്ടി എല്ലാം പൂട്ടി, നിങ്ങളെല്ലാം തുറന്നു.
എന്ന്. അതാണ് ശരിയായ നയം എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമെങ്കിൽ അദ്ദേഹമല്ലേ മുഖ്യമന്ത്രി, അദ്ദേഹത്തിൻ്റെ കയ്യിലെ അധികാരം. തെറ്റായ നയമൊക്കെ തിരുത്താൻ അവതരിച്ച അവതാരമാണെന്നാണല്ലോ പറയുന്നത്. എന്നാൽ പിന്നെ എല്ലാം കൂട്ടട്ടെ. അപ്പോൾ വെറുതെ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറയരുത്. അതാണ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്. ഇനി മദ്യ ഉപഭോഗത്തിൻ്റെ കണക്കിലേക്ക് വരാം. മദ്യമൊഴുക്കി എന്നിങ്ങനെ കവലപ്രസംഗത്തിൽ പറയുന്നത് പോലെ കുറേ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കണക്ക്? കഴിഞ്ഞ 15 വർഷത്തെ കണക്കുണ്ട്. അസംബ്ലിയിലും ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 15 വർഷത്തിനിടയിൽ എന്ന് പറഞ്ഞാൽ 2011-നും 2026-നും ഒരു UDF സർക്കാരിൻ്റെയും 2 LDF സർക്കാരിൻ്റെയും കാലയളവിലെ താരതമ്യമാണ്. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിൻ്റെ വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് 2012-13. ആരാ മുഖ്യമന്ത്രി? ശ്രീ ഉമ്മൻചാണ്ടി. ഏതാ ഗവൺമെൻറ്? UDF-ൻ്റെ. എത്രയാണ്? 244.33 ലക്ഷം കേസ്. 244.33 ലക്ഷം കേസ്. ഇത് വിദേശ മദ്യത്തിൻ്റെ മാത്രമാണ് കേട്ടോ. ഇനി ബിയർ ഉൾപ്പെടെയുള്ള മദ്യത്തിൻ്റെ ആകെ കണക്ക് നോക്കിയാൽ 15 വർഷത്തെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന ഉപഭോഗം ഈ 2015-16 കാലഘട്ടത്തിലാണ്. അന്നും ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. കണക്ക് ഞാൻ പറയാം. 355.95 ലക്ഷം കേസുകൾ. 355.95 ലക്ഷം കേസുകൾ. ഇത് നിഷേധിക്കാമോ? ഇനി LDF സർക്കാരിൻ്റെ കാലയളവിലേക്ക് വരാം. 10 വർഷത്തോളം. ഇപ്പൊ UDF-ന്റെ 5 വർഷത്തെ ശരാശരി മദ്യ ഉപഭോഗം, ശരാശരി ഒരു വർഷത്തെ 5 വർഷം എടുത്താൽ ഓരോ വർഷത്തെയും ശരാശരി മദ്യ ഉപഭോഗം 341.264 MP രാജേഷ് വിശദമായ വാർത്താ സമ്മേളനം നടത്തുകയാണ് ഇപ്പോൾ.